താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുകങ്ങുന്ന ചെറുപ്പക്കാരി കാമുകി നിന്നെ ഞാൻ ഉറക്കുന്നു. ഇത് കവിയാണ് മോനത്തത് മോൻ അവിടെ എന്തോടെ അവന്റെയാണോ വിളിച്ചില്ലല്ലോ എന്താ എണീക്കാന്നോ എന്താ പിള്ളേ എണീച്ചില്ലേ രാവിലെ തന്നെ പോണില്ലേ ജോലിക്കൊന്നും പോണില്ലേ നീ എന്റെ കാര്യം നോക്കണ്ട രാവിലെ കാലം വണ്ടി കഴി നമുക്ക് ഇറങ്ങാൻ ഇതെന്തോ ഉറക്കോണിത് എണീക്ക് രാവിലെ എണീറ്റ് പണിക്കോന്നു ഞാനിപ്പോ ഇറങ്ങും ഞാൻ എവിടെ പോകുന്നുണ്ട് വിളിക്കാട്ടാ എന്റെ അമ്മേ വണ്ടിയുടെ ഒടുക്കത്തെ പൊടി കണ്ടു കഴിഞ്ഞാൽ അവളെ എന്നെ തെറി പറഞ്ഞ് കൊല്ലും. എന്റെ പൊന്നോ വണ്ടി നിറച്ചു പൊടിയാണല്ലോ ദൈവമേ പൈസ കിട്ടാൻ നോക്കി എപ്പ കഴുകാനായിട്ട് ഇത്ര നേരം ഗ്ലാസ് കൊടുത്തില്ല. ദൈവമേ ഇന്ന് മാസടവും കുറിയും എല്ലാം ഉള്ളതാ. വഴി കിടത്തല്ലേ. നല്ല രീതിയിൽ പെട്ടിരിക്കണം. നല്ല ഓട്ടം ഉണ്ടാവണം. വഴിയിലും കിടത്തരുത്. വണ്ടി കംപ്ലൈന്റ് ആക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ആടാ പറയടാ. ഇല്ലടാ അവനെന്തായാലും ഈ വീഡിയോ വരുവുള്ളൂ. ഞാൻ രണ്ട് സൈഡും കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. വരട്ടെ എന്തായാലും. വന്നേനെ വിളിക്കാം. അതെന്തായാലും ഈ വീഡിയോ കണ്ടിട്ടേ പോവുള്ളൂ. എന്തായാലേ അവനെന്തായാലും വരണമെന്ന് തോന്നണം. എന്തായാലും ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാട്ടാ. നോക്കിയിട്ട് എങ്ങനെയാലും അവന്റെ ഓട്ട കാണുന്നത്. ഇതാ ഷാഹിദാ. ഒരാളല്ലേ കണ്ടിട്ട് ഗൾഫിൽ പോയിട്ട് എപ്പോ എത്തി? എടാ നീയായിരുന്നാ? ഞാനിപ്പോ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട ഇപ്പൊ വന്നിട്ട് ഞാനിപ്പോ ഒന്ന് വണ്ടി സർവീസ് കൊടുത്തിട്ട് വന്ന വഴിയാ. എന്തായാലും നിന്നെ കണ്ട ഭാഗ്യം. നിന്നൊന്ന് അവിടെ ഡ്രോപ്പ് ചെയ്യും എന്തായാലും. എന്നാ ശരിയടാ, തിരക്കണ്ട.
നാളെ ചെറിയൊരു ഓട്ടം ഉണ്ട്. നാൾക്ക് ശേഷമല്ലേ നമ്മൾ കാണുന്നത്. ചായ കുടിച്ചിട്ടും പോവാം. എനിക്ക് 5 മിനിറ്റ് ചെറിയൊരു പരിപാടി ഉണ്ടോ? ആടോ തന്നേ ആയിട്ട് ചേച്ചി 2 ചായ. എന്താ നീ പോയിട്ട് പിന്നെ വീട് പണിയൊക്കെ അത്യാവശ്യം നടന്നോ? വീട് പണിയൊന്നും അല്ല ഇപ്പൊ പ്രധാനം. ഈ വണ്ടി ഓടിച്ച് നാടുപോയി നടക്കാനല്ലേ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടോ നീ? എന്റെ പൊന്നു ഷായത്, എനിക്ക് ഒന്നാമത് 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ ഇതൊന്നും അന്വേഷിക്കാനുള്ള നേരവും ഇല്ല, അതിനുള്ള സൗകര്യവും ഇല്ല. പണ്ട് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഇപ്പൊ എന്താ നീ കുറച്ച് മാറ്റങ്ങൾ വന്നത്? വിഷ്ണു, നീ ഇത് നിസ്സാരമാക്കി കാണേണ്ട കാര്യമല്ല ഇത്. പണ്ടേ കാരണന്മാരുണ്ടാക്കിയതിന് പ്രശ്നങ്ങളിലാണ് ഈ പറഞ്ഞ പോലെ നിനക്കിപ്പോ നീ അനുഭവിക്കേണ്ടത്. നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്ന് എനിക്ക് തോന്നുന്നില്ലടാ. എന്താടാ എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കൂല അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇവിടം വരെ വന്നിട്ട് ഒന്നും പാളി പോരുത്. ഇതിനെ നമ്പാടാ, ടെൻഷൻ അടിക്കാതിരിക്കും. വിഷയമുള്ള കാര്യമൊന്നുമല്ല. ഷായ് കാരണല്ലേ? ഷായ് നീ പറഞ്ഞ സ്പോട്ടിലെത്തി. എന്തായി കാര്യങ്ങള്? ആണോ? വേഗം വാ. എല്ലാം ഓക്കെ അല്ലേ? ആ ശരി. റെഡി ആയിട്ടിരിക്കും. താനിങ്ങനെ ഒരുമാതിരി തീർക്കുന്നവളെന്നവനാ. അതൊന്നുമല്ല, അവളെ തന്നെ നമ്മൾ 2 തവണ പാളിപ്പോയി. 3-ാമത്തെ തവണയാണ് അവളെ തീർക്കാൻ പറ്റിയത്. ഇവിടെ അത് സംഭവിക്കാൻ പാടില്ല. അതിനല്ലേ വന്നേക്കണത്. താനും തൊട്ട് ഒരുമാതിരി ആൾക്കാരെ പോലെ തന്തയ്ക്ക് വേണ്ടി അതെല്ലാം ഞാൻ ചെയ്യണ്ടാ. ഇന്നാണ് തീർക്ക് നമ്മള്. ഫോൺ എടുക്കണല്ലോ. പക്ഷെ അത് ഞാൻ നീ പറഞ്ഞ സ്ഥലത്ത് എത്തിണ്ടാ. നീ എവിടെ? ആഹാ, അതേവൻ. ഇത് ജോ, ഇത് കാർത്തിക്. ഫ്രണ്ടിനെ വിളിച്ചു വരുത്തിട്ട് കാണുന്നില്ലേ? ഞാനുണ്ട്. ഞാൻ എടുത്തോണ്ട് വരാം. അറിയപ്പെടാ കാര്യമില്ല, വണ്ടിയിലുണ്ട്. എടുത്തോണ്ട് വരാം. അടുത്ത് ഒന്ന് നോക്കി വണ്ടിനാ എടുത്തോണ്ട് വരാം. ഞാൻ എന്തായാലും അമ്മമാരും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വരുമ്പത്തേക്ക് അറിയാം ഈ പറഞ്ഞ പോലെ അമ്മമാർ എന്താണ് കാട്ടിക്കൂട്ടിയേക്കണെന്നുള്ളത്. കണ്ടറിയാം ഇനി എന്താണെന്നുള്ളത്. വിഷ്ണു അല്ലേ? അച്ഛന്റെ ഒരു വേണു അല്ലടാ? അച്ഛനെങ്ങനെ അറിയാം? നിന്റെ തന്തേനെ അറിയാം, നിന്റെ തന്തയുടെ ചരിത്രം അറിയാം, എല്ലാം അറിയാം. എനിക്കൊരു തന്തയുണ്ട്, മേനോൻ. അറിയോ നീ? അറിയോടാ? എടാ ഷായിദേ, കൂടെ നടന്നിട്ട് നീ പണിതല്ലേ. ഒന്നും വേണ്ടെന്നും പറഞ്ഞി എല്ലാം മാറ്റി വെച്ച് ഒതുങ്ങി ജീവിക്കണേ. നീയൊക്കെ അപ്പ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലടാ?
നിന്നെ ഞാൻ ചെയ്യിപ്പിക്കടാ. വാടാ. വാടാ.